പ്രിയമുള്ളവരെ നമസ്കാരം. അസ്കർ ചിറമംഗലം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഏതാനും മാസങ്ങൾക്കകം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണല്ലോ. ഡിസംബർ ലാസ്റ്റ് വരെ നമുക്ക് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള അവസരം ഉണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാം എന്നും വോട്ടർ ഐഡി കാർഡ് സ്വന്തമാക്കാം എന്നുമാണ് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന്, ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ പോയിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ മൊബൈൽ ആപ്പായിട്ടുള്ള വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന ആപ്പിലൂടെ നമുക്ക് ചെയ്യാം. ഞാനിന്ന് വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന ആപ്പിലൂടെയാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് നമ്മൾ വോട്ടർ ഹെൽപ്പ് ലൈൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ വോട്ടർ രജിസ്ട്രേഷൻ എന്നത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ എന്നതിൽ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ ന്യൂ യൂസർ എന്നത് സെലക്ട് ചെയ്യുക. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം സെൻഡ് OTP സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. OTP കൊടുത്ത് നമുക്ക് പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് ശേഷം ബാക്കിലോട്ട് വന്ന് നമ്മുടെ മൊബൈൽ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ഇങ്ങനെ ഒരു പേജിലോട്ടാണ് നമ്മൾ എത്തിച്ചേരുക. അവിടെ വോട്ടർ രജിസ്ട്രേഷൻ എന്നത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ എന്നത് ഒരിക്കൽ കൂടി സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ഏറ്റവും താഴെ കാണുന്ന ലെറ്റ് സ്റ്റാർട്ട് എന്നത് സെലക്ട് ചെയ്യുക. അതിനുശേഷം യെസ് ഐ ആം അപ്ലൈയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്നത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. നമ്മുടെ അസംബ്ലി മണ്ഡലം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിന് താഴെ കൊടുത്ത കോളത്തിൽ നമ്മുടെ വയസ്സ് തെളിയിക്കുന്ന എന്ത് പ്രൂഫാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, SSLC സർട്ടിഫിക്കറ്റ് തുടങ്ങിയ നമ്മൾ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. നമ്മൾ വയസ്സ് തെളിയിക്കാനുള്ള പ്രൂഫ് എന്താണോ സെലക്ട് ചെയ്തത് അത് താഴെ കാണുന്ന കോളത്തിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്ലോഡ് പിക്ചർ എന്നതിൽ സെലക്ട് ചെയ്ത് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യുക. അതിന് താഴെ വരുന്ന കോളത്തിൽ നമ്മുടെ മുഴുവൻ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് താഴെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് മലയാളം വരുന്നതാണ്. എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് കീബോർഡോ മറ്റോ ഉപയോഗിച്ചിട്ട് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സർനെയിമാണ് കൊടുക്കേണ്ടത്. എന്താണോ സർനെയിം അത് കൊടുക്കുക. അതിൻ്റെ താഴെ കാണുന്ന കോളത്തിൽ സർനെയിം മലയാളത്തിൽ കൊടുക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വല്ല മാറ്റങ്ങളും ആവശ്യമാണ് എങ്കിൽ കീബോർഡ് ഉപയോഗിച്ചിട്ട് മലയാളത്തിൽ ശരിയായ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ വരുന്ന കോളത്തിൽ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവിൻ്റെ മൊബൈൽ നമ്പറോ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. അതിലേതാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
അതിൻ്റെ താഴെ വരുന്ന കോളത്തിൽ നമ്മുടെ ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത്. അത് ഓപ്ഷണലാണ്. ആവശ്യമുണ്ട് എങ്കിൽ കൊടുക്കുക, അല്ല എങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. അതിന് താഴെ വരുന്ന കോളത്തിൽ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കാനുള്ളൊരു കോളം ഉണ്ട്. എന്തെങ്കിലും ഡിസബിലിറ്റി, കാഴ്ചശക്തി, കേൾവിശക്തി, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതും ഓപ്ഷണലാണ്. നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാം. പിന്നീട് വരുന്ന കോളത്തിൽ നമ്മുടെ റിലേഷൻ ടൈപ്പാണ് കൊടുക്കാനുള്ളത്. അതിൽ നമ്മൾ ആരാണോ റിലേഷനായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെ സെലക്ട് ചെയ്യുക. ഫാദർ, മദർ, വൈഫ്, അതേപോലെ തന്നെ അനാഥയാണെങ്കിൽ അങ്ങനെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ ആരെയാണോ സെലക്ട് ചെയ്തത് അവരുടെ പേര് ടൈപ്പ് ചെയ്ത് നൽകുക. താഴെയുള്ള കോളത്തിൽ മലയാളത്തിലും ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ശരിയായ രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ നിലവിലെ റെസിഡൻസ് അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ആദ്യ കോളത്തിൽ നമ്മുടെ വീട്ടു നമ്പർ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് നമ്പർ നൽകുക. അതിന് താഴെയുള്ള കോളത്തിൽ അതേപോലെ തന്നെ അക്കത്തിൽ വീട്ടു നമ്പർ നൽകുക. അതിനുശേഷം വരുന്ന കോളത്തിൽ സ്ട്രീറ്റ്, ഏരിയ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്രത്യേകതരം റോഡ് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റോഡ് അതിലേതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെ വരുന്ന കോളത്തിൽ ശരിയായ രീതിയിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വില്ലേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ വരുന്ന കോളത്തിൽ നമ്മുടെ വില്ലേജ് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് ടൈപ്പ് ചെയ്ത് നൽകുക. അതിന് താഴെ പോസ്റ്റ് ഓഫീസ് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് നൽകുക. അതിന് താഴെ നമ്മുടെ പിൻകോഡ് നൽകുക. അതിന് താഴെ വരുന്ന കോളത്തിൽ നമ്മുടെ താലൂക്ക് ഏതാണോ ആ താലൂക്ക് ടൈപ്പ് ചെയ്ത് നൽകുക. അതിൻ്റെ താഴെയുള്ള കോളത്തിൽ താലൂക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് നൽകുക. അതിന് താഴെയുള്ള കോളത്തിൽ നമ്മുടെ അഡ്രസ്സ് തെളിയിക്കാനുള്ള എന്ത് ഡോക്യുമെന്റ്സ് ആണോ നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫാമിലിയിൽ ഉൾപ്പെട്ട വോട്ടർ ലിസ്റ്റിൽ പേരുള്ള താഴെ കാണുന്ന ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്ത് അവരുടെ വോട്ടർ ID നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫാമിലിയിൽപ്പെട്ട എല്ലാവരും വോട്ടർ ലിസ്റ്റിൽ ഒരേ ഭാഗത്ത് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം വരുന്ന കോളത്തിൽ നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അവിടെ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുക. അതിന് താഴെ വരുന്ന കോളത്തിൽ നമ്മുടെ വില്ലേജ് അല്ലെങ്കിൽ ടൗണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന കോളത്തിൽ നിലവിൽ നമ്മൾ ഈ സ്ഥലത്ത് എത്ര വർഷമായി താമസിക്കാൻ തുടങ്ങിയിട്ട് സ്ഥിരതാമസമാക്കിയിട്ട് എന്നുള്ളത് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഏകദേശം നമുക്ക് അറിയുന്ന വർഷം നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം അതിൻ്റെ താഴെ വരുന്ന കോളത്തിൽ അപേക്ഷകന്റെ പേരും അപേക്ഷകന്റെ സ്ഥലവും ടൈപ്പ് ചെയ്ത് നൽകേണ്ടതുണ്ട്. അവിടെ അപേക്ഷകന്റെ പേരും അപേക്ഷകന്റെ സ്ഥലവും ടൈപ്പ് ചെയ്ത് നൽകുക.
അതിനുശേഷം വരുന്ന പേജിൽ നമ്മൾ ഇതുവരെ നൽകിയ കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് അവസരമുണ്ടായിരിക്കുന്നതാണ്. അതിൽ വല്ല മാറ്റങ്ങളും വരുത്തേണ്ടതുണ്ടെങ്കിൽ പിറകിലോട്ട് പോയി നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അതിന് താഴെ വരുന്ന ഡൺ എന്ന കോളത്തിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതോടുകൂടി നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നതാണ്. അതിനുശേഷം നമുക്കൊരു റെഫറൻസ് ഐ ഡി ലഭിക്കുന്നതാണ്. ഇങ്ങനെ ലഭിക്കുന്ന റെഫറൻസ് ഐ ഡി എഴുതി സൂക്ഷിക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ ചെയ്യുക. നമ്മുടെ നിലവിലുള്ള അപേക്ഷയുടെ സ്ഥിതി എന്താണ് എന്നുള്ളത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ റെഫറൻസ് ഐ ഡി ഉപയോഗിച്ച്. ഈ സൈറ്റിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഈ ആപ്പിൽ നിന്ന് തന്നെ നമുക്കത് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ 1-2 ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം ഈ റെഫറൻസ് ഐ ഡി വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അപേക്ഷയുടെ നിലവിലെ സ്ഥിതി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.